തമിഴ്നാട്ടിലെ ചില ക്ഷേത്രങ്ങളിൽ നവപാഷാണ ദശപാഷാണ വിഗ്രഹങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് വിശദമാക്കാമോ? ഇത് തന്നെ നമുക്കും അറിയുള്ളൂ. വിവിധ പാഷാണങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പാഷാണം വിഷം, ഉഗ്രവിഷങ്ങളാണ്. ഉഗ്രവിഷങ്ങൾ, ഈ ഉഗ്രവിഷങ്ങളുടെ ചേർച്ച കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വിഗ്രഹങ്ങൾ, ഉദാഹരണം പഴനി മുരുകൻ നവപാഷാണമാണ്. അതിമാരകങ്ങളായ വിഷങ്ങളാണ്. അർസനിക്ക്, രസം തുടങ്ങി ഉള്ള വസ്തുക്കളാണ്. എന്നാൽ അതൊരു പ്രത്യേക ചേർച്ചയിൽ ചേരുമ്പോൾ അത് അത്യുത്കൃഷ്ടമായ ഔഷധമായി മാറും. ഈ വിഷം എന്ന് പറഞ്ഞാൽ എല്ലാം വിഷ. ഒരാൾക്ക് വിഷം വേറൊരാൾക്ക് വിഷമല്ല. വിഷം മാത്രയിൽ വിനിയോഗിച്ചാൽ അത് വമ്പിച്ച ഔഷധമാണ്. ദുസാധ്യം എന്ന് മനസ്സിലാക്കപ്പെടുന്ന രോഗചികിത്സകൾക്ക് പാഷാണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സിദ്ധവൈദ്യത്തിൽ പാഷാണ ചികിത്സ പ്രധാനമാണ്. പക്ഷേ അത് അങ്ങേയറ്റം കഴിവുള്ളവർ മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്ന് ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ രോഗി ചത്തുപോകും. പാഷാണ പ്രയോഗങ്ങൾ ചെയ്താൽ 2 ദിവസം കൊണ്ട് കരളടിച്ചു പോകും. 2 ദിവസം മതി കരൾ പോകാൻ, അല്പം പഴച്ചാൽ. എന്നാൽ ശരിക്കാണെങ്കിലോ ദുസാധ്യമെന്ന് മനസ്സിലാവുന്ന രോഗങ്ങളുടെ വിമുക്തിക്ക് കാരണമാണ്. അപ്പോൾ ഇത്തരം പാഷാണലിംഗങ്ങളിൽ അല്ലെങ്കിൽ പാഷാണബിംബങ്ങളിൽ അഭിഷേകം ചെയ്തു വരുന്ന തീർത്ഥം മാത്രയിൽ സേവിക്കുന്നവർക്ക് പൊതുവെ രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം അത് അത്യാഗ്രഹം കൊണ്ട് വിഗ്രഹം തന്നെ ചുരണ്ടി കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അത് അപകടം ചെയ്യും. അത് അത്യപകടം ചെയ്യും.